നമസ്കാരം. കുഞ്ഞു കാര്യങ്ങളാണ് ബട്ട് പവർഫുൾ ആണ്. അതായത് ചില സമയത്ത് നമ്മൾ ചെറിയ കാര്യത്തിന് വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെ ഇത്തരം ചെറിയ കാര്യങ്ങൾ ജെമിനിയുടെ സഹായത്തോടെ നമ്മൾക്ക് നമ്മുടെ സമയം ലാഭിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ള ചെറിയൊരു ഓവർവ്യൂ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ചില സമയത്ത് നമ്മുടെ മാനേജേഴ്സൊക്കെ നമുക്ക് വാട്സപ്പിൽ വോയിസ് അയക്കും. അതായത് ഇന്ന കാര്യം ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ഉണ്ടാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വോയിസ് മുഴുവനായിട്ട് കേൾക്കണം. എന്നിട്ട് നമ്മൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കണം. രണ്ടാമതൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ടെക്സ്റ്റ് ഉണ്ടാക്കി, പക്ഷെ ആ ടെക്സ്റ്റ് ഒരു ഭംഗിയിലും അച്ചടക്കമില്ലാത്ത രീതിയിലായിരിക്കും, ഒരു വെൽ സ്ട്രക്ചേർഡ് ആവില്ല. അപ്പോൾ അതൊക്കെ ഒരൊറ്റ പ്രോംപ്റ്റിൽ അല്ലെങ്കിൽ ഒരൊറ്റ ആക്ഷനിലൂടെ നമുക്ക് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും. മൂന്നാമതൊരു എക്സാമ്പിൾ, നിങ്ങൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പോസ്റ്റ് ചെയ്യാൻ നിൽക്കണം. ഒരു എക്സാമ്പിൾ നിങ്ങളുടെ കമ്പനീൻ്റെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് കൊടുക്കേണ്ട ടൈറ്റിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻസ് നിങ്ങൾക്കറിയില്ല. അപ്പോൾ ഒരൊറ്റ പ്രോംപ്റ്റിലൂടെ അല്ലെങ്കിൽ ഒരൊറ്റ ആക്ഷനിലൂടെ നമുക്കതെങ്ങനെ നിർമ്മിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ സംവദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് വെച്ചാൽ ഒരു വോയിസ് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു വോയിസാണ്. ആ വോയിസ് ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരാം. ഈ വോയിസിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ബിൽഡ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വാട്സപ്പിൽ ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ട മലയാളത്തിലൊരു ടെക്സ്റ്റ് നിർമ്മിച്ച് തരണം എന്നുള്ളതാണ് ആ വോയിസിൽ പറയുന്നത്. ഞാൻ വോയിസ് ഒന്ന് പ്ലേ ചെയ്ത് തരാം. നമുക്കൊരു ടെക്സ്റ്റ് വേണം വാട്സാപ്പിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളൊരു പുതിയ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാണ്, ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ഞായറാഴ്ചയും 8 മണിക്ക് അവർക്ക് ഒരു ഡിഫറെന്റ് ടോപ്പിക്സ്, അതായത് ഡിഫറെന്റ് ആളുകൾ വന്നിട്ട് സൂമുകളിലൂടെ ആളുകൾക്ക് സെഷൻ കൊടുക്കും. ഇതൊരു കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് മാത്രമല്ല, അത് മറ്റു ഉദ്ദേശങ്ങളില്ല. അപ്പൊ ഇത് ആളുകളിലേക്ക് എത്തിക്കേണ്ട രീതിയിലുള്ള ഒരു ടെക്സ്റ്റ് മേക്ക് ചെയ്യുക. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് പല സമയത്തും നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നിങ്ങളുടെ സുഹൃത്തുക്കളോ മാനേജേഴ്സോ ജോബ് റിലേറ്റഡ് ആയിട്ടോ പഠനം റിലേറ്റഡ് ആയിട്ടോ വോയിസുകൾ അയക്കാറുണ്ട്. അപ്പോൾ ആ വോയിസ് നമ്മളത് കേട്ട് പിന്നെ ഇൻ്റർപ്രറ്റ് ചെയ്ത് നമ്മളതിൻ്റെ ആക്ഷൻ എടുക്കാൻ ഒരുപാട് സമയം നമുക്ക് നഷ്ടമാണ്. ഇനി നമ്മൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വോയിസ് നേരെ നമുക്ക് ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് വാട്സപ്പിലും നമ്മുടെ ഫോണിലും ആപ്പിലൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ശേഷം ജെമിനിയിലേക്ക് ഞാനിതാ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത ആ വോയിസിനെ നേരെ ഇവിടെ അറ്റാച്ച് ചെയ്യാൻ നേരെ വലിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇവിടെ പോയിട്ട് അപ്ലോഡ് ഇമേജ് വെച്ചിട്ട് അപ്ലോഡ് ഫയൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇനി ശേഷം നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, പ്രോംപ്റ്റ് കൊടുക്കുക, മേക്ക് ആൻ ആക്ഷൻ. ഞാൻ ഇവിടെ സിമ്പിളായിട്ടൊരു പ്രോംപ്റ്റ് കൊടുക്കണം, മേക്ക് ആൻ ആക്ഷൻ ബേസ്ഡ് ഓൺ മൈ വോയിസ്. എൻ്റെ വോയിസിനെ ബേസ് ചെയ്തിട്ട് അതൊന്ന് ആക്ഷൻ ചെയ്യുക എന്നുള്ളൊരു പ്രോംപ്റ്റ് നമ്മൾ കൊടുക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് പല സിറ്റുവേഷൻസിലും നമുക്ക് നിർമ്മിക്കാൻ പറ്റും. പ്രത്യേകിച്ച് എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനും എൻ്റെ പാർട്ട്നേഴ്സും കൂടിയിട്ട് ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ ആ കമ്പനിക്ക് വേണ്ട പല വിധേനയുള്ള ടെക്സ്റ്റുകൾ നിർമ്മിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും വളരെ ഈസി ആയിട്ട് വോയിസുകൾ മേക്ക് ചെയ്യായിരിക്കും, എടാ ഇത് ചെയ്യുക അത് ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ വോയിസ് കേൾക്കേണ്ട ഒന്നും ആവശ്യമില്ല, സിമ്പിളായിട്ട് ഇവിടെ ജെമിനിയിൽ കൊണ്ടിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്ഷൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് റിസൾട്ട് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ആ സിമ്പിളായിട്ട് ആ ഓഡിയോ നേരെ അപ്ലോഡ് ചെയ്തത് വഴി നമ്മൾക്ക് അതിൻ്റെ റിസൾട്ടുകൾ കിട്ടി. അതായത് മുമ്പ് നമ്മൾ ഓരോ തവണയും നമ്മൾ ടെക്സ്റ്റ് രീതിയിലുള്ള പ്രോംപ്റ്റുകൾ കൊടുക്കുന്നതായിരുന്നു നമ്മളെല്ലാവരും ചെയ്തിരുന്നത്. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് സിമ്പിളായിട്ട് വോയിസ് തന്നെ നേരെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്ഷൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനൊക്കെ മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരൊരു വോയിസ്, അതായത് നിലവിൽ ലൈവ് ഇൻട്രാക്ഷൻ ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അത് വേറൊരു കാര്യങ്ങൾക്കാണ്. നമുക്ക് ഈ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ പ്രോംപ്റ്റ് കൊടുക്കണം. പിന്നെ ആപ്പിലുള്ളൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വോയിസ് ടൈപ്പ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മളൊരു മടിയന്മാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പിൽ ഇങ്ങനെ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുക, ശേഷം അത് ഇവിടെ വന്നിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഉപകാരങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് എങ്ങനെ എല്ലാം ഇത് ഉപയോഗപ്പെടുത്താനാവും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിച്ച് നോക്കുക. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. രണ്ടാമതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വെച്ചാൽ, പലപ്പോഴും നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾക്കോ ഇപ്പം ഇവൻറ്റുകൾക്കോ നിങ്ങൾ ഇനി എന്തെങ്കിലും കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ വാട്സപ്പിലൂടെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്സ്റ്റുകൾ അയച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടാവും. ആ സമയത്ത് നമ്മൾ ടെക്സ്റ്റുകൾ ഒരു ഭംഗി ഉണ്ടാവില്ല, ഒരു അച്ചടക്കമൊന്നും ഉണ്ടാവില്ല, അലൈൻഡ് ആവില്ല, സ്ട്രക്ചേർഡ് ആവില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ ഈ ഒരു ടെക്സ്റ്റ് കണ്ടോ,
അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിനെ സിമ്പിളായിട്ട് ഞാൻ കോപ്പി ചെയ്തിട്ട് നേരെ കോപ്പി ചെയ്തിട്ട് ജെമിനിൻ്റെ ഇവിടെ വന്നു, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു, എന്നിട്ട് സിമ്പിളായിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്തു. ഇതിനൊരു ഭംഗിയിലാക്കാൻ അല്ലെങ്കിൽ വെൽ സ്ട്രക്ചേർഡ് ആക്കാന്നുള്ള സിമ്പിളായിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. സി ലെറ്റ് മീ ഷോ ഇറ്റ് ഫോർ യു. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്തു. ആ ടെക്സ്റ്റ് കൊടുത്തതിന് ശേഷം പറഞ്ഞു മേക്ക് ഇറ്റ് അലൈൻഡ് ആൻഡ് സ്ട്രക്ചേർഡ്. ഒന്ന് സ്ട്രക്ചർ ആക്കുക, ഒന്ന് അലൈൻഡ് ആക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മലയാളത്തിൽ ഇംഗ്ലീഷിൽ കൊടുത്താൽ ഒന്നും ഒരു കുഴപ്പമില്ല. നമ്മൾക്ക് റിസൾട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെറും പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മളത് ഒരു പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ അവരിതൊരു ഭംഗിയിലും ഒരു അടുക്കും ചിട്ടയോടെ ആക്കി തന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഐക്കൺസ്, നമ്മുടെ സ്റ്റിക്കേഴ്സ്, ഐക്കൺസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോംപ്റ്റ് കൂടി കൊടുത്താൽ കുറച്ചുകൂടി ഐക്കൺസ് അവർ എന്ത് ചെയ്യും, ഇതിലേക്ക് ആഡ് ചെയ്ത് തരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മൂന്നാമതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, നമുക്ക് ലളിതമായിട്ടുള്ള കുഞ്ഞു ആവശ്യങ്ങൾക്കൊക്കെ പോസ്റ്റേഴ്സൊക്കെ വേണ്ടി വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ എന്തെങ്കിലും പുതിയ ഓഫർ ഉണ്ട്, പുതിയ അപ്ഡേറ്റ്സ് ഉണ്ട്, ആ സമയത്തൊക്കെ നമ്മൾക്ക് ജെമിനി വലിയ ഉപകാരമാണ്. പോസ്റ്റർ നിർമ്മാണത്തിൽ അത്രത്തോളം കൺസിസ്റ്റൻസി ഇല്ല. നമ്മൾ ചില സമയത്ത് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരു റാൻഡായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഉണ്ടാക്കി, അതായത് നമ്മുടെ ഒരു ഷോപ്പിൻ്റെ അപ്ഡേറ്റ്സ് ഒരു പോസ്റ്റർ രൂപത്തിൽ ആളുകൾക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റഫായിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇത് നേരെ ജെമിനിയിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്തു. ഇനി ഞാൻ നെക്സ്റ്റ് താഴെ കുഞ്ഞു പ്രോംപ്റ്റ് കൊടുക്കുന്നു, മേക്ക് എ പോസ്റ്റർ. ഓക്കെ, ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പ്രോംപ്റ്റ് കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഇതൊന്നുകൂടി ഭംഗിയിലും ഒക്കെ കളർഫുള്ളൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ മോർ കളർഫുൾ ആവാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കി നോക്കാം. നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. KL ഫോർവേഡ്, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, മാൻഡേറ്ററി IEC, അപ്ഡേറ്റ്സ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റർ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരു പ്രോംപ്റ്റ് കൂടി കൊടുക്കുക. അതിൽ ഇന്ന മാറ്റം വരുത്തണം, ലാസ്റ്റ് ഡേറ്റ് മാറ്റണം, നമ്പർ മാറ്റണം, ഇതിൽ വാട്സപ്പ് ഐക്കൺ കൊണ്ടുവരണം, നമ്മുടെ ലോഗോ അപ്ലോഡ് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് പ്രോംപ്റ്റുകൾ നമുക്ക് നെക്സ്റ്റ് ഇതിന് അഡീഷണൽ പ്രോംപ്റ്റുകളായിട്ട് കൊടുക്കാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഉപകാരം ഉണ്ടാകും. കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ചെറിയ ബിസിനസ് ചെയ്യുന്ന കുറേ ആളുകളുണ്ടാകും. അവർക്കൊക്കെ ഓരോ ആവശ്യത്തിനും ഒരു ഡിസൈനറെ സമീപിക്കുക, അല്ലെങ്കിൽ ഇപ്പം മിക്ക ആളുകളും സ്വയം ക്യാൻവ ഉപയോഗിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ടൈം കൺസ്യൂമിംഗ് ആണ്. ഇതൊക്കെ ഒഴിവാക്കിയും കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ നമുക്ക് പോസ്റ്റേഴ്സ് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, കുറേ ആളുകൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ലിങ്ക്ഡിനിലോ പല പോസ്റ്റുകളും ചെയ്യാറുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ എന്താ വെച്ചാൽ അവരുടെയൊക്കെ ടൈറ്റിൽ പ്രോപ്പറായിട്ടുള്ള ടൈറ്റിൽ ഉണ്ടാവില്ല, പ്രോപ്പറായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവില്ല, ടാഗ് ലൈൻസ് ഉണ്ടാവില്ല. ഇതിന് നമ്മൾ വളരെ ലളിതമായിട്ടുള്ളൊരു പരിഹാരമാണ് കാണാൻ ശ്രമിക്കുന്നത്. അതിന് ഞാൻ സിമ്പിളായിട്ട് നമ്മുടെ തന്നെ മുമ്പ് ചെയ്തിരുന്ന ഒരു റീല് അപ്ലോഡ് ചെയ്യുകയാണ്. ഇവിടെ ഞാനൊരു റീല് അപ്ലോഡ് ചെയ്യുകയാണ്. ഞാനിവിടെ അപ്ലോഡ് ചെയ്തു. ഇനി നമ്മൾ സിമ്പിളായിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ഈ ഒരു വീഡിയോക്ക് വേണ്ട ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻസ്, ടാഗ് ലൈൻസ് തരാൻ പറയാണ്. ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവർ തന്നെ ഈ ഒരു വീഡിയോ ഏത് ഭാഷയിലാണ് എന്നൊക്കെ സ്വയം കണ്ടെത്തി ആ ഭാഷയ്ക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള കണ്ടന്റുകളാണ് നമുക്കിവിടെ എന്ത് ചെയ്യുക, മേക്ക് ചെയ്ത് തരിക. സോ ഞാൻ സിമ്പിളായിട്ട് ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. മേക്ക് എ ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ അലോങ് വിത്ത് ടാഗ് ലൈൻസ് ബേസ്ഡ് ഓൺ SEO. ഓക്കെ, സിമ്പിളായിട്ടുള്ള പ്രോംപ്റ്റ് മാത്രമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ എന്ത് ചെയ്തു, എൻ്റർ അടിച്ചു. നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കി നോക്കാം. ഇവരെ എത്രത്തോളം അക്യുറേറ്റ് ആയിട്ടാണ്, എത്രത്തോളം പെർഫെക്റ്റ് ഉണ്ട് ഇവരുടെ റിസൾട്ട് എന്ന് നോക്കി നോക്കാം. നമ്മൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇവർ യൂട്യൂബ് ടൈറ്റിൽ തന്നിട്ടുണ്ട്, യൂട്യൂബ് ഡിസ്ക്രിപ്ഷൻസ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ടാഗ് ലൈൻസ് തന്നിട്ടുണ്ട്. അതായത് നമ്മൾ തൊട്ട് മുമ്പ് ഒരു AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു, വിദ്യാർത്ഥികൾക്ക് വേണ്ട AI ടൂളുകൾ ഏതൊക്കെ എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. അതിന് പറ്റുന്ന പഠനം ഇനിയൊരു കളി, വിദ്യാർത്ഥികൾ നിർബന്ധമായും അറിയേണ്ട 3 AI ടൂളുകൾ, നല്ല ടൈറ്റിലും നല്ല ഡിസ്ക്രിപ്ഷൻസും തന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾക്ക് പോസ്റ്റർ, നമ്മൾ ഏതെങ്കിലും ഒരു പോസ്റ്റർ നിർമ്മിച്ചു, ആ പോസ്റ്ററിന് കൊടുക്കേണ്ട ഡിസ്ക്രിപ്ഷൻസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ ഫോട്ടോസ് അറ്റാച്ച് ചെയ്യുന്നത് വഴി നിർമ്മിക്കാം. നമ്മൾ നേരത്തെ ഇവിടെ ഒരു ഇമേജ്, ഒരു പോസ്റ്റർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റർ തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാന്ന് അറ്റാച്ച് ചെയ്യാണ്. ശേഷം ആ പോസ്റ്റർ ഷെയർ ചെയ്യാൻ വേണ്ട ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ ഇൻസ്റ്റഗ്രാം ഡിസ്ക്രിപ്ഷൻ തരാൻ പറയാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആണ് കൊടുക്കുന്നത്. ഗിവ് മീ എ ഡിസ്ക്രിപ്ഷൻ ഫോർ ദിസ് പോസ്റ്റർ ടു ഷെയർ ഇൻ സോഷ്യൽ മീഡിയ.
അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഉപകാരമാണ്. നമ്മൾക്ക് എന്താ വെച്ചാൽ ഒരുപാട് ടൈം കൺസ്യൂമിങ് നമ്മൾക്ക് ഇതുവഴി കുറക്കാം. ഇതിനോട് കൂടി ചേർത്ത് വായിച്ചിട്ടൊരു കാര്യം കൂടി പറയാം. അതായത് നമ്മൾ മുമ്പൊക്കെ എന്താ വെച്ചാൽ ഒരു സ്പോൺസേർഡ് ആഡ് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്താണ് കൃത്യമായിട്ടുള്ള ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻസ്, ടാഗ് ലൈൻസ്, ഇതൊക്കെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾക്ക് പലപ്പോഴും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പല സമയത്തും നമ്മൾക്കൊരു ഡിജിറ്റൽ മാർക്കറ്ററെ സമീപിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇനി ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്മാർട്ടാണ് എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾക്ക് ഈ ഒരു ജെമിനി വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്പോൺസേർഡ് ആഡ് നമ്മൾക്ക് സ്വയം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവരോട് തന്നെ നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. അതായത് എനിക്ക് തീരെ ചെയ്യാത്ത ഒരാളാണ്, അബ്സല്യൂട്ട് ബിഗിനറാണ്, എങ്ങനെയാണ് സ്റ്റെപ്പായിട്ട് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ജെമിനിയോ ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ചാറ്റ് ബോട്ടുകൾ വെച്ച് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. കുറേ ആളുകൾ ഇപ്പോഴും ജെമിനി അല്ലെങ്കിൽ GPT കേവലമായിട്ടുള്ള സെർച്ച് എൻജിൻസ് ആയിട്ട് മാത്രമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതല്ല, നമ്മൾ ഇതിൻ്റെയൊക്കെ ടോപ്പ് ലെവലിലുള്ള ഉപകാരം നമ്മൾ എടുക്കണം. നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നോക്കിയേക്കാം. നമ്മൾ ആ ഒരു പോസ്റ്റിന് വേണ്ട ഡിസ്ക്രിപ്ഷൻസ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ജെമിനിയൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ എന്തെങ്കിലും നിങ്ങളുടെ ഒരു പേഴ്സണൽ ഫീലിങ്സ് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കില്ല. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.